നമസ്കാരം. എം ടി കേവലം രണ്ടക്ഷരത്തിൽ മലയാള സാഹിത്യ സാംസ്കാരിക സിനിമാ ഭൂമികയിൽ അടയാളപ്പെടുത്തിയ മലയാളത്തിന്റെ സ്വന്തം കഥാകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ. വള്ളുവനാടൻ ഭാഷ കൊണ്ട് സാഹിത്യ സിനിമാ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഇതിഹാസ കഥാകാരനായിരുന്നു ശ്രീ എം ടി വാസുദേവൻ നായർ. 7 പതിറ്റാണ്ടിൽ കൂടുതൽ എടുക്കുന്ന സാഹിത്യ സബരിയ, അതിനാടകീയതയും അതിഭാവുകത്വവും നിറഞ്ഞ മലയാള സിനിമാ ലോകത്ത് ഭാഷയുടെ കഥയുടെ സ്വാഭാവിക പരിസരം സൃഷ്ടിച്ച സർഗപ്രതിഭയായിരുന്നു ശ്രീ എം ടി വാസുദേവൻ നായർ. ഭാഷ ഒരു കഠിനമായ പുറഞ്ചട്ട പോലെയാകരുത്, അത് ശരീരത്തിലെ തൊലി പോലെയായിരിക്കണം. വായനക്കാർക്ക് സ്പന്ദനം അനുഭവിക്കാൻ കഴിയണം. എം ടിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ എഴുത്തുപോലെ അദ്ദേഹത്തിന്റെ സിനിമയും പ്രേക്ഷകന്റെ ഇന്ദ്രിയങ്ങളെ സ്പർശിക്കുന്നതും ഉണർത്തുന്നതുമായിരുന്നു. മലയാള സാഹിത്യ ലോകത്ത് നാലുകെട്ട് എന്ന ആദ്യ നോവൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയും മലയാള സാഹിത്യത്തിൽ കഥാപ്രപഞ്ചത്തിന്റെ തരംഗം സൃഷ്ടിച്ച ശേഷം 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് എന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതി എം ടി ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു. സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന എം ടിയുടെ തന്നെ ചെറുകഥയിലെ പ്രമേയമാണ് കഥാസാരം. രൂപവാണിയുടെ ബാനറിൽ ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് എ വിൻസെന്റ് ആയിരുന്നു. പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് എ ചിദംബരനാഥ് സംഗീതം നൽകി. പ്രേം നസീർ, മധു, കെ പി ഉമ്മർ, ശാരദ, പി ജെ ആന്റണി, അടൂർ ഭാസി, SP പിള്ള, ശാന്താദേവി, നെല്ലിക്കോട് ഭാസ്കരൻ, നിലമ്പൂർ ബാലൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ. എസ് ജാനകി, ശാന്ത പി നായർ എന്നിവർ പാടിയ കടവത്ത് തോണി എന്ന ഗാനം, യേശുദാസ് പാടിയ കരയുന്നു പുഴച്ചിരിക്കുന്നു എന്നീ ഗാനങ്ങൾ ഇന്നും മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളാണ്. കേരളത്തിലെ പരമ്പരാഗത ഹൈന്ദവ കൂട്ടുകുടുംബത്തിന്റെ അധപതനത്തെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ ചിത്രീകരിച്ച ഒരു ചിത്രമാണ് മുറപ്പെണ്ണ്. 1960-കളിലെ മികച്ച മലയാള സിനിമകളുടെ കൂട്ടത്തിൽ മുറപ്പെണ്ണ് ആദ്യ സ്ഥാനങ്ങളിൽ പെടും. എം ടിയുടെ സിനിമാ പ്രവേശത്തിന്റെ തുടക്കത്തിലെ ട്രയോ സീരീസ് ആയി അറിയപ്പെടുന്ന 3 സിനിമകൾ പറയേണ്ടതാണ്. മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ്, അസുരവിത്ത്. മുറപ്പെണ്ണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ മാത്രമായിരുന്നില്ല. ഉള്ളടക്കം കൊണ്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള അവതരണം കൊണ്ടും മലയാള സിനിമയുടെ ആസ്വാദന രീതിക്ക് ഒരു മാറ്റമുണ്ടാക്കിയ പ്രത്യേകത കൂടി അതിന് അവകാശപ്പെടാവുന്നതാണ്. 1967 പുറത്തിറങ്ങിയ ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ രചനയിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്തതാണ്. ഇരുട്ടിന്റെ ആത്മാവ് എന്ന സ്വന്തം കഥയെ അടിസ്ഥാനമാക്കിയാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നാണ് ഇരുട്ടിന്റെ ആത്മാവ്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി ഈ ചിത്രം വിലയിരുത്തപ്പെടുന്നു. സമൂഹവും കുടുംബവും ഒറ്റപ്പെടുത്തുന്ന ഭ്രാന്തൻ വേലായുധന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ പ്രേം നസീറിന്റെ പ്രകടനം ഏറെ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയതാണ്. എം ടിയുടെ കഥകളെല്ലാം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും അക്ഷരങ്ങളായി പ്രകാശിതമായതാണ്. ഭ്രാന്തൻ വേലായുധേട്ടനും അത്തരമൊരു കഥാപാത്രമാണ്. എം ടിക്ക് വകയിലൊരു ജ്യേഷ്ഠൻ തന്നെയായിരുന്നു വടക്കേ വീട്ടിലെ വേലായുധേട്ടൻ. എം ടിക്ക് വേലായുധേട്ടനെ കണ്ട ഓർമ്മയുണ്ട്. ചങ്ങലക്കിട്ടടുത്തു നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്ന് മാൾവേടത്തി എനിക്ക് ഇത്തിരി ചോറ് തരൂ എന്ന് എം ടിയുടെ അമ്മയോട് അപേക്ഷിച്ചുകൊണ്ട് വീടിന്റെ കോലായിലേക്ക് കയറി വന്ന രംഗമാണ് ഇരുട്ടിന്റെ ആത്മാവെന്ന ലോകോത്തര കഥയുടെ പിറവിക്ക് കാരണം. മനോരോഗികളെ കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും എങ്ങനെ പരിഗണിക്കണമെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന അപൂർവവും മൗലികവുമായ ഒരു സൃഷ്ടി 1967 മികച്ച സാമൂഹിക ക്ഷേമ ചിത്രത്തിനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം ഇരുട്ടിന്റെ ആത്മാവ് കരസ്ഥമാക്കി. അസുരവിത്ത് എം ടിയുടെ പ്രസിദ്ധ നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കി അതേ പേരിൽ 1968 എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രം. എം ടിയുടെ ട്രയോ സീരീസിലെ 3ാമത് ചിത്രം. പ്രേം നസീർ, ശാരദ, കവിയൂർ പൊന്നമ്മ, അടൂർ ഭാസി, പി ജെ ആന്റണി, ശങ്കരാടി, എൻ ഗോവിന്ദൻകുട്ടി, ശാന്താദേവി, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ തുടങ്ങിയവർ അഭിനയിച്ചു. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി പ്രേം നസീർ അനശ്വരമാക്കിയ കഥാപാത്രം. ഈ കഥാപാത്രവും കുടുംബബന്ധം കൊണ്ട് എം ടിയുടെ ഒരമ്മാവനായിരുന്നു ഗോപിയേട്ടൻ എന്നാണ് എം ടി വിളിച്ചിരുന്നത്. ജീവിതം കൊണ്ട് ചൂതാടി നടന്ന അയാൾ മതം മാറി അബ്ദുള്ളയായത് സംഭവിച്ച കഥയാണ്. ഗോവിന്ദൻകുട്ടിയായും അബ്ദുള്ളയായും ജീവിച്ചിട്ടും മനുഷ്യനാവാൻ കഴിയാതെ പോയ ആ കഥാപാത്രം കോളറ എന്ന മഹാമാരിയിൽ
ജാതിയും മതവും നിറവും വർഗവും ലിംഗഭേദമില്ലാതെ മരണം വിതച്ചപ്പോൾ ഒറ്റപ്പെട്ടുപോയ മനുഷ്യർക്കും ശവങ്ങൾക്കും ഗോവിന്ദൻകുട്ടിയെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ അവൻ മനുഷ്യവിത്തായി. കഥാന്ത്യം മറ്റൊരാളുടെ കുഞ്ഞിനെ വിവാഹം കൊണ്ട് തന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച, തന്നെ ഒറ്റപ്പെടുത്തിയ ഒരു നാടിനോട് അവിടുത്തെ മതാന്തരുടെ ഇടയിലൂടെ അനാഥനായ ആ കുഞ്ഞിനെ മനുഷ്യനാക്കാനായി നടന്നു നീങ്ങുന്ന ഗോവിന്ദൻകുട്ടി, ഒരു കാലത്തിന്റെ പരിച്ഛേദം, മാനസികതയുടെ വരുംകാലവും വരച്ചുടന്ന ദൃശ്യ സാക്ഷാത്കാരം അസുരവിത്ത് എന്ന ചിത്രം നമ്മോട് പറഞ്ഞു വെക്കുന്നു. MTയുടെ രചനയിൽ PN മേനോൻ സംവിധാനം ചെയ്ത 1969 പുറത്തിറങ്ങിയ ഓളവും തീരവും പൂർണ്ണമായും സ്റ്റുഡിയോയ്ക്ക് വെളിയിൽ ചിത്രീകരിച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ്. പുഴ നിത്യസാന്നിധ്യമായ ഒരു ദേശവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മനുഷ്യ ജീവിതവും പ്രകൃതിയും പ്രണയവും വിരഹവും വേദനയും അനാഥത്വവും നിരാശയുമെല്ലാം ചേർന്നൊരു ദൃശ്യകാവ്യം. ബാപ്പൂട്ടിയുടെയും നബൂസുവിൻ്റെയും പ്രണയം മലയാളി മനസ്സിലേറ്റിയ പ്രണയ ജോഡികൾ. മധു, ഉഷാനന്ദിനി, ഫിലോമിന, ജോസ് പ്രകാശ്, നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം 1970 ഏറ്റവും നല്ല ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ ചിത്രം കൂടിയാണ് ഓളവും തീരവും. MTയുടെ തിരക്കഥകളുടെ ആദ്യകാല ചിത്രങ്ങളുടെ സംവിധാനം നിർവഹിച്ചിരുന്നത് A. വിൻസെന്റ് ആയിരുന്നു. അലോഷ്യസ് വിൻസെന്റ് എന്ന A. വിൻസെന്റ് മികച്ച ഛായാഗ്രഹനും സംവിധായകനുമായിരുന്നു. ഇവരുടെ സിനിമാ കൂട്ടായ്മയിൽ ഒരുപടി കലാമൂല്യമുള്ള ചിത്രങ്ങൾ മലയാളിക്ക് ലഭിച്ചു. 1965 മുറപ്പെണ്ണ്, 1967 നഗരമേ നന്ദി, 1968 അസുരവിത്ത്, 1970 നിഴലാട്ടം, 86 കൊച്ചുതെമ്മാടി എന്നീ ചിത്രങ്ങൾ. P. ഭാസ്കരൻ എന്ന അതുല്യ സംവിധായകനോടൊപ്പം 1967 ഇരുട്ടിന്റെ ആത്മാവ്, 1971 വിത്തുകൾ എന്ന ചിത്രം, SS രാജൻ എന്ന സംവിധായകന് വേണ്ടി 1966 പകൽക്കിനാവ് എന്ന ചിത്രത്തിന്റെ രചനയും അദ്ദേഹം നിർവഹിച്ചു. PN മേനോനുമായി ചേർന്നുള്ള ചിത്രങ്ങൾ മലയാളത്തിലെ എക്കാലത്തെയും ഓർമ്മ ചിത്രങ്ങളായി മാറി. 1970 ഓളവും തീരവും, 71 കുട്ടിയടത്തി, 72 മാപ്പുസാക്ഷി എന്നിവ. 71 ഇറങ്ങിയ കുട്ടിയടത്തി എന്ന ചിത്രം അക്കാലത്തെ പുരുഷ കേന്ദ്രീകൃതമായിരുന്ന സദാചാര വ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ജാതിയിൽ താഴ്ന്നവനെ പ്രണയിച്ച, സ്ത്രീ സൗന്ദര്യ ബോധത്തിന്റെ നിറക്കാഴ്ച ചേർത്ത് വെച്ച മരംകേറിയ തൻ്റേടിയായ കുട്ടിയടത്തി. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളെ ഇന്നും എന്നും മലയാളിക്ക് അനുഭവിക്കാൻ പാകത്തിൽ വരച്ചിട്ട ചിത്രം. P. A. ബക്കറിന്റെ കൂടെ 1979 മണ്ണിന്റെ മാറിൽ എന്ന ചിത്രം. ചെറുകാടിന്റെ മണ്ണിന്റെ മാറിൽ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം. P. A. ബക്കറിന്റെ കൂടെ 1979 മണ്ണിന്റെ മാറിൽ എന്ന ചിത്രം. ചെറുകാടിന്റെ മണ്ണിന്റെ മാറിൽ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം. ഇതിന്റെ തിരക്കഥാ സംഭാഷണം MT ആണ് നിർവഹിച്ചത്. അതേ വർഷം യൂസഫ് അലി കേച്ചേരിയുടെ സംവിധാനത്തിൽ നീലത്താമര എന്ന ചിത്രം പ്രണയ ചിത്രമാണ്. വീട്ടുജോലിക്കാരിയും വീട്ടുടമസ്ഥന്റെ മകനും തമ്മിലുള്ള പ്രണയവും തിരസ്കരണവുമാണ്. ഒരു കാലഘട്ടത്തിലെ തറവാടികളുടെ അധീശത്വ ബോധവും അവിഹിതങ്ങളും പറഞ്ഞു വെക്കുന്ന ചിത്രം. 1980 M. ആസാദ് എന്ന സംവിധായകന് വേണ്ടി വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രം. സുകുമാരൻ, മമ്മൂട്ടി, സുധീർ, ബഹദൂർ, ശ്രീവിദ്യ, ജലജ, ശ്രീലത, ശ്രീനിവാസൻ എന്നിവർ അഭിനയിച്ച ചിത്രം. കുടുംബത്തിലെ ദാരിദ്ര്യത്തിൽ നിന്ന് നാടുവിട്ട് ഗൾഫിലെത്തിയ രാജഗോപാല മേനോൻ സുകുമാരൻ അവതരിപ്പിച്ച വേഷം. ജീവിതവും അയാളുടെ ജീവിതത്തിൽ കടന്നുപോയ 3 സ്ത്രീകളുടെയും കേരളത്തിലെ ആഭിജാത്യ തറവാടുകളുടെ പതനവും മനുഷ്യരെയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമായിരുന്നു. KS സേതുമാധവൻ സംവിധാനം നിർവഹിച്ച 1974 കന്യാകുമാരി, 81 ഓപ്പോൾ, 91 വേനൽക്കിനാവുകൾ എന്നീ ചിത്രങ്ങൾ. മലയാളത്തിൽ കമൽഹാസന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു MTയുടെ രചനയിൽ 1974 പുറത്തിറങ്ങിയ കന്യാകുമാരി. ബോളിവുഡ് നടിയായ റീത്ത ഭാദുരിയായിരുന്നു അദ്ദേഹത്തിന്റെ നായിക. ആദ്യമായി നായിക വേഷമിട്ട കന്യാകുമാരിയിലെ അഭിനയമാണ് കമലിന് ആദ്യമായി ഫിലിംഫെയർ അവാർഡ് നേടിക്കൊടുത്തത്. 1981 ഓപ്പോൾ എന്ന ചിത്രം MTയുടെ രചനയിൽ മലയാളത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ചിത്രമാണ്. ബാലങ്കേ നായർ, മേനക, മാസ്റ്റർ അരവിന്ദ്, ശങ്കരാടി എന്നിവർ അഭിനയിച്ചു. പ്രായാധിക്യമുള്ള മുൻ പട്ടാളക്കാരനായ ഗോവിന്ദൻ എന്ന കഥാപാത്രം ബാലങ്കേ നായരുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലാണ്. ബാലങ്കേ നായർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. മാസ്റ്റർ അരവിന്ദിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. S. ജാനകി പാടിയ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് എഴുന്നള്ളത്ത് എന്ന ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം. KS സേതുമാധവന് മികച്ച സംവിധായകനുള്ള കേരള സർക്കാർ പുരസ്കാരം. തീർന്നില്ല, മികച്ച ചിത്രത്തിനുള്ള കേരള സർക്കാർ പുരസ്കാരവും ഒപ്പോൾ കരസ്ഥമാക്കി.
MTയുടെ തിരക്കഥയിൽ പ്രതാപ് പോത്തൻ 1987 സംവിധാനം ചെയ്ത ഋതുഭേദം എന്ന ചിത്രം സങ്കീർണമായ കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ ചിത്രം. ബാലചന്ദ്ര മേനോൻ, തിലകൻ, ഗീത, വിനീത്, മോണിഷ ഉണ്ണി, മുരളി എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് തിലകൻ 1987 മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു. 53ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു. 1988 MTയുടെ തിരക്കഥയിൽ JD തോട്ടൻ സംവിധാനം ചെയ്ത അതിർത്തികൾ എന്ന ചിത്രം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നതിൻ്റെ പൊരുളറിയാത്ത ഒരു സാധുവിൻ്റെ കഥ, പുറമേയുള്ള പുളപ്പ് കണ്ട് യഥാർത്ഥ സ്നേഹം അവഗണിച്ചവൻ്റെ കഥ. മധു, ശ്രീവിദ്യ, ജഗതി ശ്രീകുമാർ, ശങ്കരാടി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം. MTയുടെ മറ്റൊരു ക്ലാസിക്കായ പെരുന്തച്ചൻ 1991 അജയൻ സംവിധാനം ചെയ്തു. പറയിപറ്റ പന്തിരികുലത്തിലെ ഒരംഗമായ പെരുന്തച്ചനും മകനും തമ്മിലുള്ള അന്തർസംഘർഷങ്ങളാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിലൂടെ മികച്ച ഛായാഗ്രഹകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സന്തോഷ് ശിവൻ കരസ്ഥമാക്കി. അജയൻ മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കി. മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിലിം ഫെയർ അവാർഡ് പെരുന്തച്ചൻ നേടി. ഒരു എഴുത്തുകാരൻ്റെ വൈവിധ്യവും സർഗപരതയും എന്തെന്നറിയാൻ MTയുടെ സൃഷ്ടികളിലൂടെ ഒരു യാത്ര നടത്തിയാൽ മാത്രം മതി. മലയാളത്തിന് എന്നും അഭിമാനിക്കാവുന്ന സർഗസൃഷ്ടികൾ സാഹിത്യത്തിലും ദൃശ്യമാധ്യമത്തിലും നടത്തിയ മറ്റൊരാളുണ്ടോ എന്ന് ചോദ്യവും പ്രസക്തമാണ്. MTയുടെ രചനയിൽ, അഭ്രപാളിയിൽ ദൃശ്യപരതയും അമൂല്യവുമായ ചലച്ചിത്ര കാവ്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ സമ്മാനിച്ച 2 സംവിധായകർ ഹരിഹരൻ, IV ശശി എന്നിവർ. ഒരു മത്സരം പോലെ ഇരുവരും ചേർന്ന് നമുക്ക് തുറന്നു വെച്ച ദൃശ്യവിരുന്ന് കാലത്തിന് പോലും മായ്ക്കാനാവാത്തതാണ്. ഇവർ രണ്ടുപേരും മലയാള ചലച്ചിത്ര സംസ്കാരത്തിന് പുതിയ ചരിത്രം കുറിച്ചവരാണ്. മുഖ്യധാരയിലെ നിലവാരമുള്ള വാണിജ്യ ചലച്ചിത്രങ്ങളും കലാമൂല്യമുള്ള മികച്ച മധ്യവർത്തി ചലച്ചിത്രങ്ങളും ഒരുക്കുന്നതിൻ്റെ മികവ് പുലർത്തിയ സംവിധായകരിൽ ഒരാളാണ് ഹരിഹരൻ. ഹരിഹരൻ എന്ന അതുല്യ സംവിധായകൻ ഏകദേശം 13ഓളം ചലച്ചിത്ര കാവ്യങ്ങൾ MTയുമായി ചേർന്നൊരുക്കി. 1979 ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, 81 വളർത്തുമൃഗങ്ങൾ, 82 എവിടെയോ ഒരു ശത്രു, 85 വെള്ളം, 86 പഞ്ചാഗ്നി, 86 തന്നെ നഖക്ഷതങ്ങൾ, 87 അമൃതം ഗമയ, 88 ആരണ്യകം, 89 ഒരു വടക്കൻ വീരഗാഥ, 94 പരിണയം, 98 എന്ന് സ്വന്തം ജാനകിക്കുട്ടി, 2009 കേരളവർമ്മ പഴശ്ശിരാജ, 2013 ഏഴാമത്തെ വരവ്. 1979 ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച MT കഥ, തിരക്കഥ, സംഭാഷണം എഴുതിയ ചിത്രം. അഭ്യസ്തവിധരായ ഭാര്യയും ഭർത്താവും അവരുടെ ഏക മകളുമായി ജീവിതം സന്തോഷമായി മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വിരുന്നുകാരനായി കടന്നു വരുന്ന ഭർത്താവിൻ്റെ ബാല്യകാല സ്നേഹിതൻ, ആ സുഹൃത്ത്, ആ കൊച്ചു കുടുംബത്തിലുണ്ടാക്കുന്ന ഭൂകമ്പമാണ് കഥാതന്തു. മധു, അംബിക, ശ്രീവിദ്യ, MG സോമൻ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം. 1979 ജനപ്രിയ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. 1981 വളർത്തുമൃഗങ്ങൾ, MD വാസുദേവൻ നായർ എഴുതിയ അതേ പേരിലുള്ള ചെറുകഥയെ അടിസ്ഥാനമാക്കിയെടുത്ത ചിത്രം. സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതങ്ങളുടെ കഥയാണ് MT പറഞ്ഞത്. സുകുമാരൻ, രതീഷ്, മാധവി, ബാലങ്കി നായർ, നന്ദിതാദാസ് തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ഒരു വിജയ ചിത്രം കൂടിയായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിലെ കൗതുകകരമായ കാര്യം ഇതിലെ ഗാനങ്ങളും MTയുടേതായിരുന്നു. സംഗീത സംവിധാനം സാക്ഷാൽ MB ശ്രീനിവാസനും. ഈ ഒരു ചിത്രത്തിൽ മാത്രമേ MT പാട്ട് എഴുതിയിട്ടുള്ളൂ എന്നതും എടുത്തു പറയേണ്ടതാണ്. കാക്കാലൻ കളിയച്ചൻ, കർമ്മത്തിൻ പാതകൾ വീതികൾ, ശുഭരാത്രി എന്ന് തുടങ്ങുന്ന ഗാനങ്ങൾ യേശുദാസ് ആലപിച്ചത്. മലയാളത്തിലെ ആദ്യ ഗുഡ് നൈറ്റ് സോങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശുഭരാത്രി ശുഭരാത്രി ഈ സിനിമയ്ക്ക് വേണ്ടി MT നമുക്കായി സമ്മാനിച്ചു. 1982 എവിടെയോ ഒരു ശത്രു എന്ന MTയുടെ തിരക്കഥയെ ഹരിഹരൻ സിനിമയാക്കാൻ ശ്രമിച്ചിരുന്നു. സുകുമാരൻ, വേണുനാഗവള്ളി, ജലജ, അനുരാധ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ചിത്രീകരണം തുടങ്ങിയ ഈ സിനിമ ചില നിർമ്മാണ പ്രതിസന്ധികളിലായി പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. 2013 ഏഴാമത്തെ വരവ് എന്ന പേരിൽ ഇത് വീണ്ടും പുനർനിർമ്മിച്ചു. ഇന്ദ്രജിത്ത്, ഭാവന, വിനീത്, കവിതാ നായർ എന്നിവരായിരുന്നു സുകുമാരൻ, വേണുനാഗവള്ളി, ജലജ, അനുരാധ എന്നിവർക്ക് പകരക്കാരായവർ. അഭിനേതാക്കളെ മാറ്റി പരീക്ഷെങ്കിലും കാലഘട്ടത്തിൻ്റെ ചേരുവകൾ പ്രേക്ഷകന്റെ പ്രതീക്ഷകൾക്ക് പ്രിയമായിരുന്നില്ല. MT ഹരിഹരൻ കൂട്ടുകെട്ടിൽ പിറന്ന മലയാള സിനിമകൾ എക്കാലത്തും ഓർക്കപ്പെടുന്ന ദൃശ്യകാവ്യങ്ങളാണ്. കഥാരീതി കൊണ്ടും അവതരണ മികവ് കൊണ്ടും മുന്നിട്ട് നിൽക്കുന്നവ. മധ്യവർഗ സിനിമകളുടെ ശ്രേണിയിൽപ്പെട്ടതും
കേരളത്തിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായ നേർക്കാഴ്ച എല്ലാ ചിത്രങ്ങളിലും പ്രതിഫലിക്കുന്നു. ഇന്ന് ഈ മില്ലിനിയം യുഗത്തിലെ കുട്ടികൾക്ക് 1970-80കളിലെ കേരളത്തിൻ്റെ പാരിസ്ഥിതിക ഭൂമികയും സാംസ്കാരികമായ ചുറ്റുപാടുകളും കഥാപാത്രങ്ങളുടെ സന്നിവേശിപ്പിച്ച MTയുടെ രചനകളിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പറഞ്ഞു തരും. പഞ്ചാഗ്നി രാഷ്ട്രീയ കേരളത്തിൻ്റെ ചുറ്റുപാടുകൾ ബോധ്യപ്പെടുത്തുമ്പോൾ നഖക്ഷതങ്ങൾ, പരിണയം പോലുള്ള ചിത്രങ്ങൾ കേരളത്തിലെ ഹിന്ദു സവർണബോധത്തിൻ്റെ ഉയർച്ച താഴ്ചകളും ആചാര അനുഷ്ഠാനങ്ങളും ബിംബവൽക്കരിക്കപ്പെടുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം വരച്ചിടുന്നു. കാലങ്ങളായി ബ്രാഹ്മണ സമൂഹത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സ്മാർത്ത വിചാരം എന്ന പ്രാകൃതമായ ആചാരത്തെ സൂക്ഷ്മമായ നിരീക്ഷണത്തിനായി MT പരിണയം എന്ന സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നു. കാലത്തിൻ്റെ പോക്കിൽ പിൻതലമുറക്കാരന് തൻ്റെ പൂർവികരുടെ ചരിത്രശേഷിപ്പുകൾ അപ്രപാളിയിൽ വരച്ചിടാൻ MTയുടെ ഓരോ സിനിമയ്ക്കും കഴിയും. ഒരു വടക്കൻ വീരഗാഥ പോലുള്ള രചനയിൽ MT പാടിപ്പതിഞ്ഞ ചരിത്രബോധ്യത്തെ ഒരു വെല്ലുവിളിയുടെ യുക്തിബോധ്യമുള്ള തിരുത്തൽ വരുത്താൻ ശ്രമിക്കുന്നു. അധികാരിയുടെ പ്രീതി നേടാൻ പാടിപ്പുകഴ്ത്തുന്ന കഥകൾക്കപ്പുറം മറ്റൊരു വശമുണ്ടെന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയ രചനാവൈഭവം ഒരു വടക്കൻ വീരഗാഥയിൽ കാണാം. എന്നാൽ കേരളവർമ്മ പഴശ്ശിരാജ ഒരു യുഗപ്രഭാവന്റെ ചരിത്ര സിനിമയായി അടയാളപ്പെടുത്തുന്നു MT എന്ന മാന്ത്രികന് കഴിയുന്നു. കാലാനുവർത്തിയായ സിനിമകൾ നമുക്ക് സംഭാവന ചെയ്യാൻ ആ രണ്ടക്ഷരക്കാരന് മാത്രം കഴിയുന്നതാണ്. IB ശശിക്ക് വേണ്ടി MT എഴുതിയ ചിത്രങ്ങളും മലയാള സിനിമയിലെ മധ്യവർഗ വാണിജ്യ സിനിമകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയതാണ്. ജീവിത ബന്ധങ്ങളുടെ തീഷ്ണവും ഹൃദയസ്പർശിയുമായ 10ഓളം ചിത്രങ്ങൾ MT കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി. MTയുടെ തിരക്കഥയെക്കുറിച്ച് പൊതുവെ സിനിമാ രംഗത്തൊരു വിശ്വാസവും സംസാരവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥ സിനിമ കാണും പോലെയാണ്. സംവിധായകന് ആയാസരഹിതമായി തൻ്റെ കൃത്യം നിർവഹിക്കാൻ പാകമായ ഫോർമാറ്റ്. ആൾക്കൂട്ടത്തിൻ്റെ കഥ പറഞ്ഞ് മലയാള സിനിമയെ വലിയ ക്യാൻവാസിലേക്ക് എത്തിച്ച സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകനായ IB ശശിക്ക് വേണ്ടി MT എഴുതിയ സിനിമകൾ: 1981 തൃഷ്ണ, 83 ആരൂഢം, 1984 ഉയരങ്ങളിൽ, ആൾക്കൂട്ടത്തിൽ തനിയെ, അക്ഷരങ്ങൾ, അടിയൊഴുക്കുകൾ, 1985 അനുബന്ധം, രംഗം, ഇടനിലങ്ങൾ എന്നീ ചിത്രങ്ങൾ, 1986 അഭയം തേടി. തൃഷ്ണ എന്ന ചിത്രം മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം എന്ന നിലയിൽ പ്രീതി നേടിയതാണ്. പ്രണയം എന്ന വികാരത്തിൻ്റെ അർത്ഥതലങ്ങൾ MT വരച്ചിടുന്ന രീതി കൊണ്ട് തന്നെ തൃഷ്ണയിലെ കഥാപാത്രങ്ങളായ ധനികനും സ്വഭാവദൂഷ്യമുള്ള ചെറുപ്പക്കാരനുമായി വേഷമിട്ട മമ്മൂട്ടിയുടെ ദാസ്, അഭിസാരികയായി വേഷമിട്ട സ്വപ്നയുടെ ജയശ്രീ, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്ത തലത്തിൽ നിന്നുകൊണ്ട് ബന്ധങ്ങളുടെ വേറിട്ട അനുഭവങ്ങൾ നമുക്ക് തരുന്നു. ഉയരങ്ങളിൽ എന്ന ചിത്രം MTയുടെ ഒരു ത്രില്ലർ തിരക്കഥ, മോഹൻലാലിൻ്റെ നായകസ്ഥാനത്ത് അടിത്തറയിട്ട ചിത്രം, ആദ്യന്തം നെഗറ്റീവ് ഷെയ്ഡുള്ള ജയരാജൻ, തിന്മയിലൂടെ മാത്രം ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും സഞ്ചരിക്കുന്ന ഈ കഥാപാത്രമായി നിറഞ്ഞാടിയത് മോഹൻലാലാണ്. പ്രതിനായകത്വമുള്ള നായകനായിരുന്നു മോഹൻലാലിൻ്റെ ജയരാജൻ എന്ന കഥാപാത്രം. ആൾക്കൂട്ടത്തിൽ തനിയെ ഈ ചിത്രത്തിൽ പുതുതലമുറയുടെ സമയമില്ലായ്മയും ധനപ്രപത്തതയും പഴയ തലമുറയുടെ ശാലീനതയ്ക്കും സൗമ്യതയ്ക്കും മുമ്പിൽ കീഴടങ്ങുന്ന മനോഹര ദൃശ്യമാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. അക്ഷരങ്ങൾ, പ്രശസ്ത എഴുത്തുകാരൻ ജയദേവൻ മമ്മൂട്ടി അവതരിപ്പിച്ച വേഷം, ജീവിതമെന്ന ഗ്രന്ഥത്തിൻ്റെ അർത്ഥങ്ങൾ, അർത്ഥശൂന്യതകൾ, അതിനിടയ്ക്ക് വെറും അക്ഷരങ്ങളും ചിലപ്പോൾ വെറും അക്ഷരത്തെറ്റുകളുമായി മാറുന്ന മനുഷ്യർ, അവരുടെ കഥയാണ് MT പറയുന്നത്. അക്ഷരങ്ങൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നീ സിനിമകളുടെ അഭിനയത്തിനാണ് 1984 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സീമയ്ക്ക് ലഭിച്ചത്. മധ്യവർഗ കുടുംബങ്ങളിലെ സവർണ കാപട്യങ്ങൾ അഭിസംബോധന ചെയ്യുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു തലവും ഈ സിനിമയിൽ കാണാവുന്നതാണ്. ഈ ചിത്രം 1985 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുണ്ട്. മികച്ച കഥ MT, മികച്ച നടി സീമ, മികച്ച ബാലനടൻ വിമൽ, മികച്ച എഡിറ്റർ K നാരായണൻ. കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിലൂടെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തികളുടെ മാനസികവും മാനുഷികവുമായ മൂല്യങ്ങളെയും അപചയങ്ങളെയും ഒരു പൊതുസമൂഹത്തിൻ്റെ മുഖമൂടിയിൽ വരെ വെളിപ്പെടുത്തുന്ന കഥാനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചു. ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി, താഴ്വാരം എന്നീ ചിത്രങ്ങൾ ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഈ 2 ചിത്രങ്ങൾ വ്യത്യസ്തമായ തലത്തിൽ നിൽക്കുന്നതാണ്. MT എന്ന എഴുത്തുകാരൻ്റെ പ്രതിഭ വിളിച്ചോതുന്ന ചിത്രങ്ങൾ. വൈശാലി ഒരു ഐതിഹ്യത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണെങ്കിൽ താഴ്വാരം എന്ന ചിത്രം ഒരു മനുഷ്യൻ്റെ പകയുടെ, വഞ്ചനയുടെ ദൃശ്യസാക്ഷാത്കാരമാണ്. ഈ 2 ചിത്രങ്ങളും ഒരു വലിയ സമൂഹം
കാലഭേദമന്യേ ആസ്വദിക്കപ്പെടുമ്പോഴാണ് എഴുത്തുകാരൻ എന്ന രീതിയിൽ MT നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതേ MT മാജിക്കിൽ പിറന്ന പവിത്രൻ സംവിധാനം ചെയ്ത ഉത്തരം, കണ്ണൻ സംവിധാനം ചെയ്ത തീർത്ഥാടനം, വേണുവിൻ്റെ ദയ, ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃതം, സെബിമലയിൽ സംവിധാനം ചെയ്ത സദയം എന്നീ ചിത്രങ്ങൾ കഥ പറച്ചിലിൽ തന്നെ വേറിട്ട് നിൽക്കുന്നതും ആസ്വാദനത്തിൻ്റെ പുതിയ രീതികൾ പ്രേക്ഷകന് പകർന്നതുമാണ്. ശ്രീ MT വാസുദേവൻ നായർ ഒരു കഥാകാരൻ, തിരക്കഥാകൃത്ത്, സംഭാഷണം എന്നീ രീതിയിൽ മാത്രമല്ല സിനിമാ രംഗത്ത് പ്രവർത്തിച്ചത്. 6 ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അദ്ദേഹം ചെയ്തു. 1973 നിർമാല്യം, 78 ബന്ധനം, 82 വാരിക്കുഴി, 1983 മഞ്ജു, 1991 കടവ്, 2000 ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾ. നിർമാല്യം 1973 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നിർമാല്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് PJ ആന്റണിക്ക് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമായ ഭരത് അവാർഡ് ലഭിക്കുകയുണ്ടായി. MT വാസുദേവൻ നായർ എഴുതിയ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ചിത്രം. അന്ധവിശ്വാസത്തിന്റെ മുഖത്ത് കാറിത്തുപ്പുന്ന ഒറ്റ രംഗം കൊണ്ട് വിശ്വാസ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തിയ ചങ്കൂറ്റം MTക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ബന്ധനം എന്ന ചിത്രം 1978 മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം, P ജയചന്ദ്രന് മികച്ച ഗായകനുള്ള പുരസ്കാരവും ഈ ചിത്രത്തിന് ലഭിച്ചു. SK പൊറ്റക്കാടിന്റെ കടത്തു തോണി എന്ന ചെറുകഥയെ ആസ്പദമാക്കി MT വാസുദേവൻ നായർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് 1991 പുറത്തിറങ്ങിയ ചിത്രമാണ് കടവ്. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ ധാരാളം അംഗീകാരങ്ങൾ ഈ ചിത്രം നേടിയിട്ടുണ്ട്. സിംഗപ്പൂർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം, ജാപ്പനീസ് ഫിലിം ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പ്രീ, മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച ചലച്ചിത്രം, മികച്ച തിരക്കഥ എന്നീ വിഭാഗത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. കൂടാതെ സന്തോഷ് ആന്റണിക്ക് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കടവ് എന്ന ചിത്രത്തിലൂടെ ലഭിച്ചു. ഒരു ചെറുമുഞ്ചിരി എന്ന ചിത്രം, തെലുങ്ക് എഴുത്തുകാരൻ ശ്രീ രമണയുടെ മിഥുനം എന്ന നോവലാണ് ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ആധാരം. 2000 ഏറ്റവും മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിലൂടെ MT വാസുദേവൻ നായർക്ക് ലഭിച്ചു. സിനിമാ സംവിധാനവും തനിക്ക് കഴിയുമെന്ന് അടയാളപ്പെടുത്താൻ ഈ ചിത്രങ്ങൾ തന്നെ ധാരാളം. രണ്ടാമൂഴം എന്ന MTയുടെ മാസ്റ്റർ പീസ് സിനിമയാക്കാനുള്ള ശ്രമങ്ങൾ, രണ്ടാമൂഴം നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമയിൽ നിന്ന് രചയിതാവ് MT വാസുദേവൻ നായർ പിന്മാറി. സംവിധായകനുമായുള്ള കരാർ അവസാനിച്ചുവെന്നും 3 വർഷത്തേക്കായിരുന്നു തിരക്കഥയുടെ കരാർ. ഈ കാലയളവിനുള്ളിൽ സിനിമ പൂർത്തിയാക്കാമെന്നായിരുന്നു സംവിധായകൻ ശ്രീകുമാർ മേനോൻ പറഞ്ഞിരുന്നത്. എന്നാൽ 3 വർഷത്തിന് ശേഷവും സിനിമയുടെ ചിത്രീകരണം പോലും തുടങ്ങിയില്ല. BR ഷെട്ടി ആയിരുന്നു സിനിമ നിർമ്മിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. പ്രധാന കഥാപാത്രമായ ഭീമസേനെ മോഹൻലാൽ ആയിരുന്നു അവതരിപ്പിക്കാനിരുന്നത്. മനോരഥങ്ങൾ 2024 മലയാളം ആന്തോളജി ടെലിവിഷൻ പരമ്പരയാണ്. MT വാസുദേവൻ നായരുടെ 9 ചെറുകഥകളെ ആസ്പദമാക്കിയുള്ള 9 ഫീച്ചറുകൾ ആന്തോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MTയുടെ മകൾ അശ്വതി വി നായരാണ് ഈ ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. 91കാരനായ MT വാസുദേവൻ നായരുടെ സൃഷ്ടികൾ ആഘോഷിക്കാൻ മലയാള സിനിമയിലെ മികച്ച സംവിധായകരും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും ഒരുമിക്കുന്ന മനോരഥങ്ങൾ. സംവിധായകരായി പ്രിയദർശൻ, ശ്യാമപ്രസാദ്, മഹേഷ് നാരായണൻ, രഞ്ജിത്ത്, ജയരാജ്, സന്തോഷ് ശിവൻ, അശ്വതി വി നായർ, രതീഷ് അമ്പാട്ട് എന്നിവർ. അഭിനേതാക്കൾ മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, പാർവതി തിരുവോത്ത്, നദിയ മൊയ്തു, ബിജു മേനോൻ, മധുബാല, ആസിഫ് അലി, നെടുമുടി വേണു, ഇന്ദ്രൻസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, അപർണ ബാലമുരളി എന്നിവർ. കമൽഹാസനാണ് ഓരോ എപ്പിസോഡിൻ്റെയും ആഖ്യാതാവ്. MTയുടെ വ്യക്തിജീവിതവും ഒരു സിനിമ പോലെ സങ്കീർണമായിരുന്നു. പുന്നയൂർ കുളത്തുകാരനായ T നാരായണൻ നായരുടെയും കൂടല്ലൂർകാരിയായ അമ്മാളുവമ്മയുടെയും ഇളയ മകനായിട്ടാണ് ജനനം. തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പകാലം ചിലവഴിച്ചത്. MTയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു. കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളുകൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നെ മലമക്കാവ് എലമെന്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉപരിപഠനം. ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായി എടുത്തിരുന്നത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1-2 സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിൽ പിന്നെ ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി 2ഇടത്തും കണക്കാണ് പഠിപ്പിച്ചിരുന്നത്. 1955-56 കാലത്ത് പാലക്കാട് MB ട്യൂട്ടോറിയലിൽ അധ്യാപകനായും ജോലി നോക്കി. ഇതിനിടയിൽ തളിപ്പറമ്പിൽ
ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് MB ട്യൂട്ടോറിയലിൽ തിരിച്ചെത്തി. തുടർന്ന് മാതൃഭൂമിയിൽ ചേർന്നു. ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോട്ടായിരുന്നു. MT 2 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. 1965 എഴുത്തുകാരിയും വിവർത്തകയുമായിരുന്ന പ്രമീളയെയും 1977 പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെയും. കോഴിക്കോട് നടക്കാവിൽ രാലിച്ചൻ റോഡിലെ സിത്താരയിലാണ് താമസം. മൂത്ത മകൾ സിത്താര ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവാണ്. ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ അശ്വതിയും നർത്തകിയാണ്. 1995 ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം MTക്ക് ലഭിച്ചു. 2005 MTയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാജ്യം ആദരിച്ചു. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും MTക്ക് ലഭിച്ചു. സാഹിത്യ, സാംസ്കാരിക, സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം അന്തർദേശീയ, ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങളും മറ്റനവധി പുരസ്കാരങ്ങളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഇതിഹാസ കഥാകാരനായ ശ്രീ MTക്ക് പ്രണാമം.